God's name be glorified. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Greetings to all in the matchless name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. I thank God and thank the elders of this assembly to given this wonderful opportunity to in my life. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ നിൽക്കുവാൻ ലഭിച്ച അവസരത്തിന് ദൈവത്തിനും സഭയിലെ മൂപ്പന്മാർക്കും പ്രത്യേക നന്ദി ഓർമ്മിക്കുന്നു. For a small worship, for thought, let us turn our attention Gospel of John chapter 20 verse number 70. ചെറിയൊരു ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം 17-ാം വാക്യം വായിക്കുവാനായിട്ട് അടിയാൻ ആഗ്രഹിക്കുന്നു. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. The background of this passage is നാം ഇതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ Lord Jesus Christ appears to Mary Magdalene after the resurrection. ആ മഗ്ദലക്കാരിയ മറിയയുടെ അടുക്കലേക്ക് കർത്താവായ യേശുക്രിസ്തു പുനരുദ്ധാനത്തിൽ പ്രത്യക്ഷനായി. Mary Magdalene rushed into the tomb on the third day because she want to see Jesus, his body. ആ യേശുക്രിസ്തുവിന്റെ ശരീരം കാണുന്നതിനായിട്ട് ആ മഗ്ദലക്കാരി മറിയ മൂന്നാം നാൾ ആചാരത്തിന് ഒന്നാം നാൾ ശവകുടീരത്തിന്റെ അടുക്കൽ ചെന്നു. But Jesus' body was not there. എന്നാൽ കർത്താവിന്റെ ശരീരം അവിടെ ഇല്ലായിരുന്നു. So she was so sad and she was crying near the tomb. അതുകൊണ്ട് തന്നെ അവൾ അതിന്റെ അടുക്കൽ നിന്ന് കരയുകയായിരുന്നു. While she was crying, Jesus appears to Mary Magdalene. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു അവൾക്ക് പ്രത്യക്ഷനായി. Jesus not only appeared to Mary Magdalene, but Jesus revealed some secret blessings to him. അവൾക്ക് പ്രത്യക്ഷനാവുക മാത്രമല്ല ചെയ്ത്, എന്നാൽ രഹസ്യമായുള്ള ചില അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. We can see three blessings to Lord Jesus Christ revealed to Mary. It is related to in our life also. It is very helpful for our spiritual life. ആ മഗ്ദലക്കാരി മറിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിയ ചില കാര്യങ്ങളാണ് ഇതിൽ ഈ വാക്യത്തിൽ ഒരു 3 കാര്യങ്ങൾ പറയുവാനായിട്ട് അടിയാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലും വളരെയധികം ഉതകുന്ന ഒന്നാണ്. See the first phrase of the verse. Jesus said to her, "Don't hold on me, for I have not yet ascended to my Father." ഈ 17-ാമത്തെ വാക്യത്തിൽ അതിന്റെ തുടക്കത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. I know that our vernacular language do not touch me. എനിക്കറിയാം നമ്മുടെ സ്വന്തം ഭാഷയിൽ നാം എന്നെ തുടരുത് എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. We need to clearly understand correctly in this phrase. Do not touch me means Mary Magdalene not try to touch Jesus. ഇവിടെ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നതിന് മറ്റുള്ള പരിഭാഷയിലൊക്കെ അവിടെ യേശു പറയുന്നത് എന്നെ തുടരുത് എന്ന് തന്നെയാണ്. Because nothing will happen to touch Jesus. യേശുവിനെ തൊടുന്നതിലൂടെ യാതൊന്നും സംഭവിക്കുകയില്ല. Because after this incident many women saw touch his feet and worshipped him. ഈ സംഭവത്തിന് ശേഷവും അനേകം സ്ത്രീകൾ യേശുവിന്റെ പാദത്തിൽ തൊടുകയും ചുംബിക്കുകയും ചെയ്തിട്ടുണ്ട്. Even Jesus also told his disciple Thomas, touch me. ഇതിനു ശേഷവും തന്റെ ശിഷ്യനിൽ ഒരുവനായ തോമസ് തന്നെ തൊടുവാനായിട്ട് യേശു അവിടെ ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. So there is no problem to touch Jesus, but Jesus told don't touch me means Jesus want to clarify something to Mary. ഇവിടെ യേശുവിനെ തൊടുന്നതിലൂടെ യാതൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ അവിടെ മഗ്ദലക്കാരിയായ ആ മറിയയോട് യേശു പറയുന്നത് എന്നെ തുടരരുത് എന്നാണ്. കാരണം അതിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാനുണ്ടായിരുന്നു. That is, Mary so loved Jesus because Jesus cast down 7 demons upon him. We know that. നമുക്കറിയുന്നത് പോലെ തന്നെ ആ മഗ്ദലക്കാരിയുടെ ശരീരത്തിൽ നിന്ന് 7 ഡീമൻസ് അല്ലെങ്കിൽ ഭൂതങ്ങളെ യേശു അവളിൽ നിന്ന് ഒഴിപ്പിച്ചതായിരുന്നു. അതിനാൽ തന്നെ അവൾക്ക് യേശുവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. So she have a thankful heart. So she love Jesus more and she want to daily see him and she want to daily speak with him. She want to be with him every day. അതുമുഖാന്തരം അവൾ യേശുവിനെ ഹൃദയപൂർവ്വമായി വളരെയധികം നന്ദിയുള്ളവരായിരുന്നു. അതിനോടൊപ്പം തന്നെ യേശുവിനെ വളരെയധികം സ്നേഹിക്കുകയും അവനെ അനുദിനം കാണുവാനായിട്ടുള്ള വാഞ്ചയും അവൾക്കുണ്ടായിരുന്നു. The thing is, Mary want to clinging in him with a physical term.
ഭൗതികമായിട്ട് യേശുവിനെ അവൾക്ക് പറ്റിച്ചേരണം എന്നുണ്ടായിരുന്നു. Mary seen Jesus only for the physical appearance. മറിയ ഇവിടെ കാണുന്നത് യേശുവിന്റെ ഭൗതിക ശരീരത്തെ മാത്രമാണ്. But God want to give spiritual happiness. She love Jesus. She get happiness through the physically. But Jesus want to give the spiritual happiness. ഇവിടെ മറിയയ്ക്ക് യേശുവിന്റെ ഭൗതികമായ രീതിയിലാണ് സന്തോഷം ലഭിക്കുന്നതെങ്കിലും യേശുവിന് അവൾക്ക് ആത്മീകമായ സന്തോഷം പകർന്നു കൊടുക്കുവാനാണ് ഇഷ്ടം. We see another translation, NASB and NIV. It is mentioned, don't clinging me, don't hold on me. നാം മറ്റു പല പരിഭാഷയിലും അല്ലെങ്കിൽ ആ ട്രാൻസ്ലേഷൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ NASBയിലും NIVയിലും നാം നോക്കുകയാണെങ്കിൽ ഇവിടെ എന്നെ തുടരുത് എന്ന് പറയുന്നത് എന്നെ പിടിക്കരുത് അല്ലെങ്കിൽ എന്നോട് പറ്റിച്ചേരരുതെന്ന് പറയുന്ന എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Because Mary thinking Jesus only for physical appearance, not in spiritually. കാരണം മറിയ ഇവിടെ യേശുവിനെ ഒരു ശാരീരികമായ നിലയിൽ മാത്രമാണ് കാണുന്നത്. Here Jesus told first blessing is the great comforter, the great Holy Spirit. കാരണം ഇവിടെ യേശു വളരെയധികം ഒരു കംഫർട്ട് നൽകുന്ന ഒരാൾ അല്ലെങ്കിൽ വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു സ്നേഹം നൽകുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. When Jesus went into the heaven, the Holy Spirit has given. യേശു ആ സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ താൻ പരിശുദ്ധാത്മാവിനെ കൊടുത്തു. Our comforter is, he will comfort, he will teach us, he will guide us what are we want. He will comfort all the situation. That is a great blessing here. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് തൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. അത് നമ്മളെ ഉപദേശിക്കുകയും നമ്മെ നമ്മുടെ അപകട സാഹചര്യത്തിൽ സംരക്ഷിക്കുകയും ചെയ്യും. That is the first blessing God gave through his resurrection. God gave a great comforter to us. അതാണ് നാം ഇവിടെ ഈ 17ാമത്തെ വാക്യത്തിൽ കാണുന്നത് തന്റെ പുനരുത്ഥാനത്തോടനുബന്ധിച്ച്. And second blessing is he gave a great relationship between God and us. ഇതിൽ രണ്ടാമത്തേതായിട്ട് നാം ഇവിടെ കാണുന്നത് ദൈവവുമായി വളരെയധികം ഒരു സ്നേഹബന്ധം. See here God said my brethren and my father and your father, my God and your God. A Jew. നാം ഇവിടെ ഈ വാക്യത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. I think this is the first time Jesus told my brethren. എനിക്ക് തോന്നുന്നത് ഇതാണ് ആദ്യമായിട്ട് എന്റെ സഹോദരങ്ങളെ എന്ന് പറയുന്നത്. A normal Jew he will not allow to say in personally my father, Abba father. ഒരു സാധാരണ യഹൂദൻ എന്റെ സഹോദരൻ അല്ലെങ്കിൽ എന്റെ ദൈവം എന്ന് പറയാറില്ല. That is the Old Testament restrictions. അത് പഴയ നിയമ പുസ്തകത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ്. But now each and every individual, each and every woman, every man, every children freely to say Abba Father. എന്നാൽ ഇപ്പോൾ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും അവനെ അബ്ബാ ഫാദർ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം അവൻ യോഗ്യനാക്കി. Through his resurrection, the Lord Jesus Christ gave us a great relationship in between God and us. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ നമുക്ക് അവൻ വളരെ വലിയ ഭാഗ്യവും അവസരവുമാണ് നൽകിയിരിക്കുന്നത്. And thirdly, the third blessing is മൂന്നാമത്തെ അനുഗ്രഹം the great responsibilities. നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം. See what is here God Jesus Christ and he gave the responsibility to her. അവൾക്ക് നാം ഇവിടെ നോക്കുകയാണെങ്കിൽ മഗ്ദലക്കാരി മറിയയ്ക്ക് ഒരു ഉത്തരവാദിത്വം നൽകുന്നതായിട്ട് നമുക്ക് കാണാം. Go to my brethren and say to them. ഇവിടെ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയുക. This is the responsibility Lord Jesus gave to Mary. ഈ ഒരു ഉത്തരവാദിത്വമാണ് അവിടെ കർത്താവായ യേശു അവൾക്ക് നൽകുന്നത്. Mary is the first witness of Jesus Christ's resurrection. യേശുവിനെ തന്റെ പുനരുദ്ധാനം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് കാണുന്ന വ്യക്തി അത് മഗ്ദലക്കാരി മറിയയാണ്. The third blessing is be a witness. മൂന്നാമത്തെ കാര്യം അത് തന്നെയാണ്, ഒരു സാക്ഷിയാകുക. Mary is the first woman seen Jesus Christ and she is the first witness of Jesus Christ's resurrection. നാം ഇവിടെ നോക്കുമ്പോഴും യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം മഗ്ദലക്കാരി മറിയയാണ് തന്നെ ആദ്യമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ താൻ അവിടെ പ്രത്യക്ഷനാകുന്നത് അവൾക്കാണ്. Dear brothers and sisters, today we see three blessings through Jesus Christ's resurrection we got. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഈ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള 3 അനുഗ്രഹങ്ങൾ കണ്ടുവല്ലോ. First one, the great comforter. നാം ഒന്നാമതായിട്ട് ഒരു വലിയ കംഫർട്ട്. And second thing is the great responsibility. രണ്ടാമതായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം. And third blessing, the great relationship.
മൂന്നാമതായിട്ട് ആ ഒരു വലിയ ആ ഒരു ബന്ധം, clinging on Holy Spirit with your whole heart and whole spirit. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ആ പരിശുദ്ധാത്മാവിലേക്ക് പറ്റിച്ചേരണം. Each and every time, each and every day, every second, you need to be a witness for others. നാം എല്ലാ സെക്കൻഡിലും, എല്ലാ ദിവസത്തിലും, എല്ലാ സമയങ്ങളിലും നാം എപ്പോഴും ഒരു സാക്ഷിയാകണം. Wherever you go, whatever you do, be a witness. നാം എന്തു ചെയ്താലും, എന്ത് തന്നെ കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും നാം ഒരു സാക്ഷിയാകണം. And every second enjoy his relationship. നാം എപ്പോഴും അവനോടുള്ള ബന്ധത്തിൽ നാം സന്തുഷ്ടരാകണം. May the God help us to follow these things, and God help us to enjoy in his relationship, and God help us to follow the great responsibility to give us. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവം നമ്മെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ തന്നെ ചെയ്യുവാനായിട്ട് നമ്മെ ദൈവം സഹായിക്കട്ടെ. God's name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.